വളരെ സൂപ്പറായിരുന്നു. പൃഥ്വിരാജും ലാലേട്ടനും സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് മൊത്തമായിട്ട് നല്ലൊരു ഹോളിവുഡ് റേഞ്ച് മൂവിയാണ്. L3ക്ക് വെയിറ്റിംഗ്. ഹോളിവുഡ് റേഞ്ച് മൂവിയുടെ മേക്കിംഗ് ആണ്. നോർമൽ ഒരു മലയാളം മൂവി കാണുന്ന കണക്കല്ല. അതിലും നല്ല ഹൈപ്പ്, എന്താ പറയാ, നേരത്തെ ഉള്ള ഹൈപ്പിനെക്കാളും ഉണ്ട് മൂവി. മോഹൻലാൽ വേറെ ഒരു രക്ഷയില്ല, വേറെ ലെവല്. അത്രേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷനെക്കാട്ടിലും വേറെ ലെവല്. നേരത്തെ പോലത്തെ മോഹൻലാൽ നല്ല പൊളിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ടത് എന്താ പടത്തില്? എങ്ങനെയുണ്ട് മേക്കിംഗ് ഒക്കെ? ഒന്നുമില്ല, വലിയ പാടാണ്. അത് നമ്മൾ അത്ര ഹൈപ്പൊക്കെ ഉണ്ട്, അവർ മേക്കിംഗ് ഒക്കെ കൊള്ളാം. പക്ഷെ വിചാരിച്ച ഒരു സംവിധാനം അതിനകത്ത് ഇല്ല. എന്നാണ് നമ്മൾ ഫാൻസാണ് വന്ന് ഒരു രക്ഷയില്ല. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തില്? അടിപൊളി പടം, ഒന്നും പറയാനില്ല. കിട്ടില്ല പടം. എങ്ങനെയുണ്ട് മേക്കിംഗ് ഒക്കെ? ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. എന്താ വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ലെവൽ സിനിമ, അത്രേ ഉള്ളൂ പറയാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സിനിമയായിരുന്നു. പിന്നെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, എന്നാൽ ഒട്ടും മോശമല്ല. നല്ല രീതിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജിന്റെ എടുത്ത് പറയാനുള്ള നല്ല മേക്കിംഗ് ആയിരുന്നു. നല്ല കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ മ്യൂസിക് ആണെങ്കിലും ഒക്കെ നമ്മൾ പിടിച്ചിരുത്തുന്നതായിരുന്നു. തിയേറ്ററിൽ അത് പിന്നെ പറയണ്ടല്ലോ. പടം ഓവറോൾ നന്നായിരുന്നു. എനിക്ക് തിയേറ്റർ വാച്ചായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. പിന്നെ വേറെ അല്ലാതെ മേക്കിംഗ് ആണ് നല്ല രീതിയിൽ തോന്നിയത്. പിന്നെ എല്ലാവർക്കും കിട്ടിയ റോള് നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഭയങ്കര വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല, ഫീൽ ചെയ്തില്ല. എങ്കിലും കൊള്ളാം, മോശമല്ല, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. നല്ല മൂവിയായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട എന്താ പടത്തിൽ പറയാൻ? പടത്തില് എല്ലാ സീനും ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഡിഫറെന്റ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. അതായത് ലാലേട്ടൻ എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മലയാളം മൂവിയാണെന്ന് തോന്നിയില്ല. നല്ല പടമായിരുന്നു ബ്രോ. അനുസരിച്ച് എന്തായാലും പടം ഉണ്ട്. മാത്രമല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല വില്ലനും എല്ലാം അടിപൊളിയാണ്, എല്ലാം പെർഫെക്റ്റ്. എങ്ങനെയുണ്ട് സ്റ്റോറി വൈസ് ആണ്? സ്റ്റോറി വൈസ് ഫസ്റ്റിന്റെ അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷേ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റിനേക്കാളും ആ കാര്യത്തിലെല്ലാം അടിപൊളിയാണ്. നല്ല സിനിമ. 9.5 റേറ്റ് ഞാൻ 10. നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സെറ്റ് സാധനമായിരുന്നു. മേക്കിംഗ് അടിപൊളിയായിട്ട് ചെയ്തത്. ഒരു ബോളിവുഡ് ലെവലിനെക്കാട്ടി ഇച്ചിരി നല്ലതായിട്ട് ഒരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ പറയാനായിട്ട്? മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. മേക്കിംഗ് ഒരു രക്ഷയില്ല, ഒരു ഹോളിവുഡ് തരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും? അടിപൊളി, ഒരു രക്ഷയില്ല. മോഹൻലാലിന്റെ ചില സീനൊക്കെ എടുത്ത് പറയേണ്ടിയിരിക്കും. കാണാൻ എല്ലാവരും തിയേറ്ററിൽ ആക്ഷൻ ഒരു രക്ഷയില്ല. പറയാതിരിക്കാൻ പോയി കാണണേ. നല്ല സിനിമയായിരുന്നു. വളരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. വളരെ ഒരു ഇന്റർനാഷണൽ നല്ലൊരു രീതിയിൽ നല്ലതായിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ല ഒരുപാട് എൻജോയ് ചെയ്ത്. മോഹൻലാലും പൃഥ്വിരാജും നല്ല കോമ്പിനേഷൻ, നല്ലതായിരുന്നു. നല്ല പടം, കൊള്ളാം, നല്ല പടം, സൂപ്പർ പടം. മേക്കിംഗ് ആണ് സൂപ്പറായിട്ടുണ്ട്, നല്ലതായിട്ട് അടിപൊളി. പിന്നെ ഇത് ഒരു ഇംഗ്ലീഷ് പടം പോലെ തോന്നി, മലയാള പടം ഒന്നും തോന്നില്ല. അങ്ങനെ സൂപ്പർ, നല്ല മേക്കിംഗ്.